ഞാൻ ടി വിയിലെ മാധ്യമ വാർത്തകളെല്ലാം ഞാൻ മിക്കവാറും ഒക്കെ കാണുന്നതും കേൾക്കുകയും ചെയ്യുന്ന ആളാണ്. മിക്കവാറും എല്ലാ ചാനലുകളും ഞാൻ കാണാറുണ്ട്. മാറി മാറി അത് കാണും, ഓരോ വാർത്തകൾ കാണും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ടി വി ചാനലുകൾ നമുക്ക് വാർത്താ ചാനലുകൾ തുറന്നു വെക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഞാൻ ഇതിപ്പോൾ കാണുന്നത്. വളരെ വളരെ മോശമായ കാര്യങ്ങളാണ് അതിലൊക്കെ പറയുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയമല്ല അത്. അതുകൊണ്ടാണ്. മാത്രമല്ല, എന്നെപ്പോലുള്ള ഒരാൾക്ക് യഥാർത്ഥത്തിൽ പ്രതികരിക്കാൻ പറ്റിയ കൊള്ളാവുന്ന ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതെല്ലാം കളയുക. പക്ഷേ ഈ അസാൻമാർഗീയത എന്ന് പറയുന്ന അത് ജനങ്ങൾക്ക് അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഒരു പുരുഷന് ഏതെങ്കിലും, അതായത് അയാൾ ഭർത്താവാണ്, അച്ഛനാണ്, പെമ്മക്കൾ കാണും അയാൾക്ക്, അങ്ങനെയുള്ളൊക്കെ ഒരാൾ ഈ അസാൻമാർഗീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിട്ട് ആ കുടുംബം മനസ്സിലാക്കണമെന്നിരിക്കട്ടെ, നാട്ടുകാർ മുഴുവൻ അറിയുന്നെന്നിരിക്കട്ടെ. അപ്പോൾ അയാൾ അസാൻമാർഗീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്ത്രീ ബന്ധം, അത് ഒന്നല്ല പലതുമായിട്ടും ഇതിന് പുറകെ നടന്ന് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളുകളായിട്ട് വരുന്നെന്നിരിക്കട്ടെ. ഇങ്ങനെ ഒരു അയാളുടെ മകള് എങ്ങനെ സ്കൂളിൽ പോകും, അല്ലെ കോളേജിൽ പോകും, എങ്ങനെ സമൂഹത്തിൽ ഇറങ്ങി നടക്കും, അത് ചിന്തിക്കണ്ടേ? ഇവിടെ പരാജയപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും ആരാണ്? ഈ വൃത്തികെട്ടവനല്ല ശിക്ഷിക്കപ്പെടുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അയാളെ ഒന്നും അറിയാത്ത നിർദോഷികളായ അയാളുടെ കുടുംബാംഗങ്ങളാണ്. അയാളുടെ മകൻ, അയാളുടെ മകൾ, അയാളുടെ ഭാര്യ, അയാളുടെ അച്ഛൻ, അമ്മ, ഇവരൊക്കെയല്ലേ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. ഇതിനകത്ത് അവരെങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഇത് പറഞ്ഞിട്ട് ഇവനൊക്കെ എന്ത് വൃത്തികേടും കാണിച്ചുകൊണ്ട് നടക്കാം, ഒരു കുഴപ്പമില്ല. അത് അവനെ മാത്രം ബാധിക്കുന്ന കാര്യമാണെങ്കിൽ, ഇപ്പോൾ അയാൾ വിഭാര്യനാണ്, മക്കളൊന്നുമില്ല, ആരുമില്ല, അയാളുടെ അച്ഛനും അമ്മയൊന്നും ജീവിച്ചിരിപ്പില്ല, സഹോദരങ്ങൾ ആരും ജീവിച്ചിരിക്കുന്നില്ല, അല്ലെ ഇല്ല, അങ്ങനെയുള്ള ഒരാൾ ഇത് ചെയ്താൽ വേറെ ആരെയും ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഈ അമ്മയും ഭാര്യയും പിതാവും അതുപോലെ തന്നെ മക്കളും സഹോദരങ്ങളും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് ഇന്നാരുടെ പെങ്ങളാകട്ടോ എന്ന് ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ സഹോദരിയെ കാണിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ആ മാനസിക സംഘർഷം ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ, വിഷമം. യഥാർത്ഥത്തിൽ ഇതിൽ അനുഭവിക്കുന്നത് ആരാണ്? ഈ അസാൻമാർഗീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അനുഭവിക്കുന്നത്, അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത്, അത് പേറുന്നത് ഈ ചെയ്യുന്നവരല്ല, നേരെ മറിച്ച് അയാളുടെ നിർദോഷികളായ അയാളുടെ കുടുംബാംഗങ്ങളാണ്. അതൊന്നും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. അതല്ല വേണ്ടത്. അവർ ചെയ്യാം, അവർക്ക് ചെയ്യണം. കാരണം ഒരാളോട് തെറ്റ് ചെയ്യുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശമുണ്ട്, അത് ചെയ്യാം. പക്ഷേ അതിൻ്റെ പരിണിത ഫലം ആലോചിക്കേണ്ടത് ഈ അസാൻമാർഗീയ പ്രവർത്തനം നടത്തുന്നവനാണ് ആലോചിക്കേണ്ടത്. ഞാനിങ്ങനെ പോയാൽ നാളെ എൻ്റെ പെമ്മക്കൊക്കെ എന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കണം. ആ ചിന്തിക്കുന്നവനില്ല ഇതിനകത്ത്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ. അതിങ്ങനെ നടക്കട്ടെ, ഈ വീഴ്പ്പുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും അലക്കട്ടെ. പക്ഷേ വീഴ്പ്പുകൾ അലക്കപ്പെടുമ്പോൾ ഈ പാവപ്പെട്ട നിർദോഷികളായ ഈ കുടുംബാംഗങ്ങൾ അവർ ഒരുപാട് അനുഭവിക്കും. ഒരു ദിവസത്തേക്കല്ല, വർഷങ്ങളോളം അനുഭവിക്കും. അത് ഒന്ന് തിരിച്ചറിയണം. ഇനിയുള്ളവനെങ്കിലും ഇതിനിറങ്ങുന്നതിന് മുമ്പ് ഒന്ന് തിരിച്ചറിയണം.